ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ചില പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റുകളെയും കുറിച്ച് അവരുടെ പേരുകളെയും കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ഹെൻറി കാവൻഡിഷ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആരാണ്? ഹെൻറി കാവൻഡിഷ്. അതുപോലെ തന്നെ കാവൻഡിഷിനെ കുറിച്ച് പറയുമ്പോൾ 2 പോയിന്റ് കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഭൂമിയുടെ പിണ്ഡം അഥവാ മാസ് ആദ്യമായി കണക്കാക്കിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഭൂമിയുടെ സാന്ദ്രത ഡെൻസിറ്റി ആദ്യമായി കണക്കാക്കിയതും ആരാണ്? ഹെൻറി കാവൻഡിഷ്. അപ്പോൾ 3 കാര്യങ്ങളാണ് കാവൻഡിഷിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചു, ഭൂമിയുടെ പിണ്ഡം ആദ്യമായി കണക്കാക്കി, ഭൂമിയുടെ സാന്ദ്രത ആദ്യമായി കണക്കാക്കി. ഇതെല്ലാം ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. അടുത്ത ബോറോൺ ആണ് പറഞ്ഞിരിക്കുന്നത്. ഹംഫ്രി ഡേവി ആണ് ബോറോൺ കണ്ടുപിടിച്ചെന്ന് പറയുന്നത്. ഹംഫ്രി ഡേവി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹെൻറി കാവൻഡിഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബോറോൺ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ഹംഫ്രി ഡേവി. അടുത്തത് നൈട്രജനും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റുദർഫോർഡ് ആണ്. അത് പേര് അങ്ങനെ തന്നെ പഠിച്ചോണം, കാരണം വേറെ റുദർഫോർഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറഞ്ഞ് വേറെ പേര് പഠിക്കുന്നുണ്ട്. അപ്പം നൈട്രജൻ കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ആരാണ്? ഡാനിയൽ റുദർഫോർഡ്. എന്നാൽ ഏണസ്റ്റ് റുദർഫോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ഒക്കെയാണ് ആരെന്ന് പറയുന്നത്? ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു, പ്രോട്ടോൺ കണ്ടുപിടിച്ചൊക്കെ ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡും. നൈട്രജൻ കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ആരാണ്? ഡാനിയൽ റുദർഫോർഡുമാണ്. രണ്ടോട് മാറിപ്പോകല്. ന്യൂക്ലിയർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതുകൊണ്ട് ന്യൂക്ലിയർ സയൻസിൻ്റെ പിതാവ് എന്ന വിശേഷണം ആർക്കാണ്? ഏണസ്റ്റ് റുദർഫോർഡിനാണ്. അടുത്തത് ഓക്സിജൻ. അഗെയിൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓക്സിജൻ കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ആരാണ്? ജോസഫ് പ്രൈസ്ലി ആണ്. ഓക്സിജൻ കണ്ടുപിടിച്ച ആരാണ്? ജോസഫ് പ്രൈസ്ലി. അടുത്തത് നിയോൺ ആണ്. അതിങ്ങനെ എടുത്ത് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിയോണിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞു ഓർക്കുന്നില്ലേ? അലസവാതകങ്ങൾ കണ്ടുപിടിച്ചതാരാണ്? വില്യം റാംസെ ആണ്. ഒരു അലസവാതകത്തിന് ഉദാഹരണമാണ് ഏത്? നിയോൺ എന്ന്. അപ്പോൾ നിയോൺ കണ്ടുപിടിച്ച ആരെന്ന് ചോദിച്ചാലും മാറ്റമൊന്നുമില്ല, ആരാണ്? വില്യം റാംസെ. അടുത്ത് സോഡിയവും പൊട്ടാസ്യവും കണ്ടുപിടിച്ച ആരാണ്? ഹംഫ്രി ഡേവി. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോഡിയം, പൊട്ടാസ്യം എന്നിവ കണ്ടുപിടിച്ച ആരാണ്? ഹംഫ്രി ഡേവി. അടുത്തത് മഗ്നീഷ്യമാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. മഗ്നീഷ്യം കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക്. ആ പേര് ഓർത്ത് വെച്ചാൽ മതി. വേർതിരിച്ചത് HC ഈസ്റ്റഡ് ആണ്. ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. അപ്പം അതൊന്ന് ഓർത്ത് വെക്കുക. കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്കും മഗ്നീഷ്യം വേർതിരിച്ചത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്നാണ് പറയുന്നത്. ഓർത്തിരിക്കുക. ബ്ലാക്കിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ജോസഫ് ബ്ലാക്കിൻ്റെ പേരിനാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. മഗ്നീഷ്യം കണ്ടുപിടിച്ചെന്ന് പറയുന്ന ആരാണ്? ജോസഫ് ബ്ലാക്ക്. അലൂമിനിയം കണ്ടുപിടിച്ച് ഫെഡറിച്ച് വോളർ. അലൂമിനിയം കണ്ടുപിടിച്ചെന്ന് പറയുന്ന ആരാണ്? ഫെഡറിച്ച് വോളർ. അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞോ എന്ന് ചോദിച്ചാലും തരുന്നില്ല. അലൂമിനിയം കണ്ടുപിടിച്ചെങ്കിൽ തിരിച്ചറിഞ്ഞാണ് ഫെഡറിച്ച് വോളർ എന്ന് പറയുന്നത്. സിലിക്കൺ ഇമ്പോർട്ടൻ്റ് ആണ്. സിലിക്കൺ കണ്ടുപിടിച്ചത് ജോൺ ബർസേലിയസ്. നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ സമ്പ്രദായമൊക്കെ ഏർപ്പെടുത്തിയ അല്ലെങ്കിൽ മൂലകങ്ങൾക്ക് അവയുടെ പേരിനെ അടിസ്ഥാനമാക്കിയ സിമ്പിൾ സമ്പ്രദായം ഏർപ്പെടുത്തിയ ആളാണ് ജെ ബർസേലിയസ് അഥവാ ജോൺ ബർസേലിയസ്. സിലിക്കൺ കണ്ടുപിടിച്ചെന്ന് പറയുന്നവരാണ് ജോൺ ബർസേലിയസ് ആണ്. സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, 14 ആണ്. സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 14, എന്നാൽ ജെർമേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 32. സിലിക്കൺ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. സിലിക്കൺ ചോദിച്ചുകൊണ്ട് തന്നെ ജെർമേനിയം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓർത്തിരിക്കുക, സിലിക്കൺ കണ്ടുപിടിച്ചത് ബർസേലിയസ്. സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ 14, ജെർമേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 32. അടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്ലോറിൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാൾ വില്യം ഷീലെ. ക്ലോറിൻ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് കാൾ വില്യം ഷീലെ. അടുത്ത് നോക്കിയാൽ ആർഗണ. ഈ ആർഗൺ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? നോബിൾ ഗ്യാസ്, അലസവാതകം. അപ്പോൾ കണ്ടുപിടിച്ച ആരാണ്? വില്യം റാംസെ ആണ്. അടുത്ത പൊട്ടാസ്യമാണ്. നമ്മൾ പറഞ്ഞു പൊട്ടാസ്യം, സോഡിയവും പൊട്ടാസ്യവും കണ്ടുപിടിച്ച ആരാണ്? ഹംഫ്രി ഡേവിയാണ്. കാൽസ്യം കണ്ടുപിടിച്ച ആരാണ്? ഹംഫ്രി ഡേവി. അപ്പോൾ ഓർത്തിരിക്കുക, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നിവ കണ്ടുപിടിച്ച ആരാണ്? ഹംഫ്രി ഡേവി. അടുത്ത മാംഗനീസ് ആണ്. മാംഗനീസ് കണ്ടുപിടിച്ചെന്ന് പറയുന്നത് കാൾ വില്യം ഷീലെ. ക്ലോറിനും മാംഗനീസും കണ്ടുപിടിച്ചത് കാൾ ഷീലെ. അടുത്തത് സെലീനിയമാണ് പറഞ്ഞിരിക്കുന്നത്. സെലീനിയം കണ്ടുപിടിച്ച ആരാണ്? ബർസേലിയസ് ആണ്. സിലിക്കൺ, സെലീനിയം എന്നിവ കണ്ടുപിടിച്ച ആരാണ്? ബർസേലിയസ്.
അടുത്ത ക്രിപ്റ്റോണും എഗെയിൻ എന്ത് തന്നെയാണ് സാധനം? നോബിൾ ഗ്യാസ് ആണ്. കണ്ടുപിടിച്ച ആരാണ്? വില്യം റാംസെ ആണ്. മോളിബ്ഡിനം കണ്ടുപിടിച്ചത് വില്യം ഷീലെ. അടുത്ത നോബിൾ ഗ്യാസ് സെനോൺ എന്ന് പറയുന്നത്, സെനോൺ, അതും വില്യം റാംസെ ആണ്. ബേരിയം, അത് ഓർത്ത് വെച്ചോണം, ബേരിയം കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവി. ബേരിയം കണ്ടുപിടിച്ച ആരാണ്? ഹംഫ്രി ഡേവി. അതുപോലെ അടുത്ത പ്രധാനപ്പെട്ട മൂലകമാണ് പൊളോണിയം. ഈ പൊളോണിയം മാത്രമല്ല, പൊളോണിയവും റേഡിയവും കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? മാഡം ക്യൂറിയും പിയറി ക്യൂറിയും കൂടാണ്. പൊളോണിയവും റേഡിയവും കണ്ടുപിടിച്ചത് പിയറി ക്യൂറിയുടെ പേരിനേക്കാൾ ഇമ്പോർട്ടൻസ് മാഡം ക്യൂറിക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പൊളോണിയവും റേഡിയവും കണ്ടുപിടിച്ച ആരാണ്? മാഡം ക്യൂറി. പൊളോണിയത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. പോളണ്ട് എന്ന രാജ്യത്തിൻ്റെ പേരിൽ നിന്നാണ് പൊളോണിയത്തിന് പേര് ലഭിച്ചിരിക്കുന്നത്. റേഡിയത്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് മാഡം ക്യൂറിക്ക് നോബൽ സമ്മാനമൊക്കെ ലഭിച്ചത്. മാഡം ക്യൂറിക്ക് 2 തവണ നോബൽ സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞു. 1903 ഫിസിക്സിനും കിട്ടി, 1911 കെമിസ്ട്രിക്കും നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അടുത്തത് അസ്റ്റാറ്റിൻ. റയറസ്റ്റ് എലമെൻ്റ് ആണ്. ഭൂമിയിലെ ഏറ്റവും കുറവ് കാണപ്പെടുന്ന മൂലകമാണ് അസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. എമീലിയോ സെഗ്രയും കൂട്ടറുമാണ് ഇത് കണ്ടുപിടിച്ചത്. ആ ഒരു സയൻറ്റിസ്റ്റുകളുടെ ഗ്രൂപ്പാണ്. അവർ ഒരുമിച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നത്, അസ്റ്റാറ്റിൻ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. എമീലിയോ സെഗ്രേ ആൻഡ് ഗ്രൂപ്പാണ് അസ്റ്റാറ്റിൻ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. അടുത്തത് റെഡോൺ ഇമ്പോർട്ടൻ്റ് ആണ്. റേഡിയോ ആക്റ്റീവായിട്ടുള്ള വാതക മൂലകമാണ്. റേഡിയോ ആക്റ്റീവ് ഗേഷ്യസ് എലമെൻ്റ് ആണ് ആരെന്ന് പറയുന്നത്? റേഡിയോ ആക്റ്റീവ് ഗേഷ്യസ് എലമെൻ്റ് ആണ് റെഡോൺ എന്ന് പറയുന്നത്. റേഡിയോ ആക്റ്റീവ് വാതക മൂലകം എന്ന് പറയുന്നതാണ് ഇത് റെഡോൺ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് റെഡോൺ കണ്ടുപിടിച്ചതാണ് എഫ് ഡോൺ. അടുത്ത ഫ്രാൻസിയം, ഫ്രാൻസിയം കണ്ടുപിടിച്ചത് പെരെ. റേഡിയം നമ്മൾ നേരത്തെ പറഞ്ഞു, പൊളോണിയത്തിൻ്റെ കൂടെ തന്നെ റേഡിയം പറഞ്ഞു പോയായിരുന്നു. റേഡിയം കണ്ടുപിടിച്ചത് പിയറി ക്യൂറിയും മേരി ക്യൂറിയുമാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. റേഡിയം ചോദിക്കുന്നതാണ്, പൊളോണിയം ചോദിക്കുന്നതാണ്. അടുത്ത പറയുന്നത് യുറേനിയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യുറേനിയം ഇമ്പോർട്ടൻ്റ് ആണ്. എം ക്ലാപ്പോർത്ത് യുറേനിയം കണ്ടുപിടിച്ചെന്ന് പറയുന്നവരാണ് എം ക്ലാപ്പോർത്ത്. ഈ 2 കാര്യങ്ങൾ, റേഡിയം കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് പിയറി ക്യൂറിയും മേരി ക്യൂറിയും, യുറേനിയം കണ്ടുപിടിച്ചതെന്ന് പറയുന്നവരാണ് എം ക്ലാപ്പോർത്ത്.